Hi friends, welcome back to Menu's Taste of Home. ഇന്ന് നമുക്ക് ബ്ലൂ കളറിലുള്ളൊരു ഫ്രൈഡ് ഡോനറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡോനറ്റിന് വേണ്ടിയുള്ള ഡോ തയ്യാറാക്കിയെടുക്കണം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാനതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു വീഡിയോയിൽ 2 വ്യത്യസ്ത തരം ഡോനറ്റാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒന്ന് സിനമൺ ഡോനറ്റും മറ്റൊന്ന് ചോക്ലേറ്റ് ഡോനറ്റും. ഇന്ന് ഞാൻ ബ്ലൂ കളറിലുള്ളൊരു ഡോനറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതും അതുപോലെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്ലൂ കളറിലുള്ള വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫ്രൈഡ് റിംഗ് ഡോനറ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ റിംഗ് ഷേപ്പിൽ ഡോനറ്റിൻ്റെ ഡോ ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുമായിരുന്നു. അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെയാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തിട്ടുള്ള ഡോനറ്റ് ഇനി കംപ്ലീറ്റ്ലി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മളിതിന് വേണ്ടിയിട്ടുള്ള കോട്ടിങ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ബാച്ചും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കോട്ടിങ്ങിനായിട്ട് 100 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു മൈക്രോവേവ് സേഫ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയോ അല്ലെങ്കിൽ മൈക്രോവേവിലോ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫൈൻലി റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിരുന്നാലും നമുക്ക് പെട്ടെന്ന് ചോക്ലേറ്റ് മെൽറ്റായി കിട്ടും. ഇപ്പോൾ ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർക്കാം. ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് കളർ തന്നെ ചേർക്കണം. ഇപ്പോൾ ജെൽ കളർ ആണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ചോക്ലേറ്റുമായിട്ടൊന്നും ബ്ലെൻഡായി വരത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗാലക്സി അല്ലെങ്കിൽ മാർബിൾ ഡിസൈനൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മാത്രം മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് കംപ്ലീറ്റ്ലി ചൂടൊന്ന് മാറി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഡോനറ്റായിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കളർ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ കളർ ചേർക്കാം. ഡോനറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നതിനായിട്ട് മറ്റൊരു ബൗളിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് പകർത്താം. അതിനുശേഷം ഓരോ ഡോനറ്റായിട്ട് ചോക്ലേറ്റിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരു 2 സെക്കൻഡ് ഒന്ന് ഡ്രിപ്പ് ചെയ്തിട്ട് നമുക്കിത് പകർത്താം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു കുറച്ച് ഷുഗർ ബോൾസ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷുഗർ സ്പ്രിങ്കിൾസോ അല്ലെങ്കിൽ ഡെക്കറേഷനോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡോനറ്റ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഗാലക്സിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മാർബിൾ ഡിസൈൻ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഡ്രിസിൽ ചെയ്തും നമുക്ക് ഈ ഒരു ഡോനറ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഡോനറ്റും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഡോനറ്റും ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഒരു സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റിംഗ് ഡോനറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.